എടുത്തോ. നോട്ട്ബുക്കിൽ പുതിയ ഒരു പേജ് എടുക്കാം. പുതിയ ഒരു പേജ് എടുക്കാം. ആ പേജിന്റെ നടുക്കോട്ട് എഴുതുക. ആ പേജിന്റെ നടുക്കോട്ട് എഴുതുക. ആ പേജിന്റെ നടുക്കോട്ട് എഴുതുക. ടെക്സ്റ്റ് ബുക്ക് കൂടെ എടുത്തു വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാം. അല്ലേ? ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 4 പോളിഗൺസ്. ആ പേജിന് നടുക്കോട്ടാണ് എഴുതേണ്ടത്. ചാപ്റ്റർ 4. ചാപ്റ്റർ 4 എഴുതുന്നില്ല. ചാപ്റ്റർ 4 പോളിഗൺസ്. മലയാളത്തിൽ ഇതിന് പറയുന്ന പേരാണ് ബഹുഭുജങ്ങൾ. എന്താണ്? ബഹുഭുജങ്ങൾ. അറിയോ? പോളിഗൺസ്, ബഹുഭുജങ്ങൾ. ഇനി നിങ്ങൾ അടുത്ത പേജ് എടുക്കാം. എടുത്തോ. അടുത്ത പേജ് എടുത്തിട്ട് സിലബസ്, SYLLABUS, സിലബസ്, SYLLABUS, സിലബസ്. അത് ചാപ്റ്റർ തുടങ്ങുന്ന പേജ് നടത്തേ. അവിടെ ഒരു ഹെഡിങ് കിടക്കുന്നുണ്ടോ? ഇതുവാ, നെയിംസ്. അണ്ടർലൈൻ ചെയ്യുക. സെക്ഷൻ 1 നെയിംസ്, NAMES, നെയിംസ്. സെക്ഷൻ 1 നെയിംസ്. ഓക്കെ. ഇനി പതുക്കെ പേജ് അങ്ങോട്ട് മറിക്കുക. അങ്ങനെ മറിക്കുമ്പോൾ തൊട്ടടുത്ത പേജിൽ അടുത്ത ഹെഡിങ് ഉണ്ടോ? എന്തോ ഹെഡിങ്? സെക്ഷൻ 2. സെക്ഷൻ 2 സെക്ഷൻ 2 ആംഗിൾസ്. സെക്ഷൻ 2 ആംഗിൾസ്. ഇനി പതുക്കെ പേജ് അങ്ങോട്ട് മറിച്ച് 66-ാമത്തെ പേജിൽ വരിക. 66. അവിടെ സെക്ഷൻ 3 ഔട്ടർ ആംഗിൾസ്. സെക്ഷൻ 3 ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസ്. എഴുതിയോ? ഇത് വളരെ എഴുതിയോണ്ടേ. ഇനി പേജ് നമ്പർ 72 എടുക്കുക. 72, പേജ് നമ്പർ 72. അവിടെ സെക്ഷൻ 4 സെക്ഷൻ 4 റെഗുലർ പോളിഗൺസ്. സെക്ഷൻ 4 റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺസ്. അനിയത്തി എത്ര എഴുതിയോ? എഴുതി സർ. ഓക്കെ. പിന്നെ നിങ്ങൾ അങ്ങോട്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പല ചാപ്റ്ററുകൾ പഠിക്കുമ്പോഴും ആ ചാപ്റ്ററുകളിലെ പ്രോബ്ലത്തിനകത്ത് ആവശ്യമുള്ള ഒരു ഐഡിയയാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. എന്തോ ചാപ്റ്ററിന്റെ പേര്? പലരും പല ബിസിനസ്സിലാ. എന്തോ ചാപ്റ്ററിന്റെ പേര്? പോളിഗൺസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എത്ര സെക്ഷൻ പഠിക്കാനുണ്ട്? 4 സെക്ഷൻ. സെക്ഷൻ 1 നെയിംസ്, സെക്ഷൻ 2 ആംഗിൾസ്, സെക്ഷൻ 3 ഔട്ടർ ആംഗിൾസ്, സെക്ഷൻ 4 റെഗുലർ പോളിഗൺസ്. ഇത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുന്നു. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് എഴുതുക. ത്രൂ ദ ചാപ്റ്റർ. ത്രൂ ദ ചാപ്റ്റർ എഴുതാനാ. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് ത്രൂ ദ ചാപ്റ്റർ. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് ത്രൂ ദ ചാപ്റ്റർ. ത്രൂ ദ ചാപ്റ്റർ. സെക്ഷൻ 1 ത്രൂ ദ ചാപ്റ്റർ എന്ന് എഴുതിയിട്ട് അടുത്ത വരിയില് സെക്ഷൻ 1 സെക്ഷൻ 1 നെയിംസ്.
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യണം. ഞാൻ എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതിയാൽ മതി. നോക്കിക്കേ, ആദ്യം അണ്ടർലൈൻ ചെയ്തേ. വി ഹാവ് സീൻ മെനി ജോമെട്രിക്കൽ ഫിഗേഴ്സ് മേഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ഉണ്ടോ? എന്തോ അതിന്റെ അർത്ഥം? സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ജോമെട്രിക്കൽ ഫിഗറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു 4 പേരെ അവിടെ താഴെ വരച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ആദ്യത്തെ ആള് 3 സൈഡുള്ള ആൾ. ഈ 3 സൈഡും സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഇയാളുടെ പേരെന്തുവാ? ഹലോ, ട്രയാങ്കിൾ. മലയാളത്തിൽ ത്രികോണം എന്ന് പറയും. നിങ്ങൾ നോക്കിയിരിക്കാം. അടുത്തത് 4 സൈഡുള്ളയാൾ. ഇയാൾ എന്തോ പേര് വിളിക്കും? ക്വാഡ്രിലാറ്ററൽ. എന്താ വിളിക്കും? മലയാളത്തിൽ ചതുർഭുജം എന്ന് പറയും. എന്ത് പറയും? ഇനി അടുത്തത് 1, 2, 3, 4, 5 സൈഡുള്ളയാൾ. ഇയാൾ എന്ത് വിളിക്കും? പെന്റഗൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നു? പെന്റഗൺ. മലയാളം പഞ്ചഭുജം എന്ന് പറയും. എന്ത് പറയും? പഞ്ചഭുജം. അടുത്തത് 6 സൈഡുള്ളയാൾ. 1, 2, 3, 4, 5, 6 സൈഡുള്ളയാൾ. ഇയാൾ എന്ത് വിളിക്കും? ഹെക്സഗൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നു? മലയാളത്തിൽ ഷഡ്ഭുജം എന്ന് പറയും. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരെ ഉപയോഗിച്ചുകൊണ്ടാണ്? സ്ട്രെയിറ്റ് ലൈനുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത വരി വായിച്ചാട്ടെ. എ ട്രയാങ്കിൾ ഹാസ് ഇനി അത് കഴിഞ്ഞിട്ട് ഇവരെ 4 പേരെ വരയ്ക്കണം. ആദ്യത്തെ സെന്റൻസ് കഴിഞ്ഞിട്ട് ഇവരെ 4 പേരെ വരയ്ക്കണം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ ആളുകളാണ് സ്ക്വയർ സമചതുരം, റെക്ടാങ്കിൾ ചതുരം. നമുക്ക് വേറെ 2 പേരെ പഠിക്കാനുണ്ട്. പാരലലോഗ്രം സാമാന്തരികം, റോംബസ് സമഭുജ സാമാന്തരികം, ട്രപ്പീസിയം ലംബകം, ഐസോസിലസ് ട്രപ്പീസിയം സമപാർശ്വ ലംബകം. ഇവരെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന വലിയ കുടുംബത്തിന്റെ പേരാണ് ക്വാഡ്രിലാറ്ററൽ. ആ കുടുംബത്തിലെ ഓരോരോ ഫാമിലികളുടെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത്. കിട്ടിയോ? ഇനി താഴത്തെ വായിച്ചാട്ടെ. എ ട്രയാങ്കിൾ ഹാസ് വായിക്കടേ 3 വെർട്ടീസസ് ആൻഡ് 3 സൈഡ്സ്. ബോർഡിലേക്ക് നോക്കാം. ഒരു ട്രയാങ്കിളിന് 1, 2, 3 വെർട്ടീസസ് ഉണ്ട്. 3 ശീർഷങ്ങളുണ്ട്. കൂടാതെ 1, 2, 3 സൈഡുകൾ, 3 വശങ്ങളും ഉണ്ട്. അടുത്ത വായിച്ചാട്ടെ. വൈൽ എ ക്വാഡ്രിലാറ്ററൽ ഹാസ് 4 വെർട്ടീസസ് ആൻഡ് 4 സൈഡ്സ്. എന്നാൽ നിങ്ങൾ ഒരു ക്വാഡ്രിലാറ്ററൽ നോക്കിയാൽ അതിന് 1, 2, 3, 4 വെർട്ടീസസ്, 4 മൂലകളുണ്ട്, 4 ശീർഷങ്ങളുണ്ട്. കൂടാതെ അതിന് എന്തുകൊണ്ട് ഉണ്ടെന്നില്ല, 4 സൈഡുകൾ, 4 വശങ്ങളും ഉണ്ട്. ഓക്കെ, അടുത്ത വായിച്ചാട്ടെ. 5 ഓഫ് ഈച്ച് 4 പെന്റഗൺസ് എന്ന് വെച്ചാൽ പെന്റഗണിനെ സംബന്ധിച്ചാണെങ്കിൽ 1, 2, 3, 4, 5 വെർട്ടീസസ്, 5 മൂലകളും 1, 2, 3, 4, 5 സൈഡുകളും ഉണ്ട്. ഓക്കെ, അടുത്തതോ 6 4 ഹെക്സഗൺസ്. അർത്ഥം ഒരു ഹെക്സഗണിനെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു ഷഡ്ഭുജത്തിനെ സംബന്ധിച്ചാണെങ്കിൽ 1, 2, 3, 4, 5, 6 വെർട്ടീസസ്, 6 മൂലകളും 6 സൈഡുകൾ, 6 വശങ്ങളും ഉണ്ട്. അത്രയും കാര്യം പിടി കിട്ടിയോ? ഓക്കെ, അടുത്ത വരി വായിച്ചേ. അടുത്തത് we can draw any number of such figures with more vertices and more sides. നോക്കാം. അപ്പൊ നമ്മളിപ്പം 6 വെർട്ടീസസ്, 6 മൂലകളും 6 സൈഡ്, 6 വശവുമുള്ള രൂപം വരെയാണ് വരച്ചു നിർത്തി വെച്ചേക്കുന്നത്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. 7 വെർട്ടീസസ്, 7 മൂലകളും 7 സൈഡ്, 7 വശവുമുള്ള രൂപം വരയ്ക്കാം. 8 എണ്ണം ഉള്ളത് വരയ്ക്കാം, 9 എണ്ണം ഉള്ളത് വരയ്ക്കാം. ഇങ്ങനെ അങ്ങോട്ട് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, വരയ്ക്കാം. ബാക്കി വായിച്ചാട്ടെ.
the general name of all such figures is polygon. ഇവർക്കെല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് പൊതുവായിട്ട് പറയുന്ന പേരാണ് പോളിഗൺ. എന്താ പറയുന്നു? അപ്പൊ ട്രയാങ്കിൾ ത്രികോണം, ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം, പെന്റഗൺ പഞ്ചഭുജം, ഹെക്സഗൺ ഷഡ്ഭുജം തുടങ്ങിയ അങ്ങോട്ടുള്ള രൂപങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് എന്ത്? പോളിഗൺ. എന്താ പറയുന്നു? മലയാളത്തിൽ ബഹുഭുജം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്താട്ടെ. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ, അടയാളപ്പെടുത്തി. അടുത്ത വരി വായിച്ചേ. വി ക്യാൻ മേക്ക് ദി എവോ പിക്ചേഴ്സ് prettier like this. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനോഹരമാക്കി വരയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കിക്കേ. നോക്കാം, ഇവിടെ ട്രയാങ്കിളിന്റെ 3 സൈഡും ഒരുപോലാക്കി വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്തോ എന്റെ പേര്? 3 സൈഡും ഈക്വൽ ആയ ട്രയാങ്കിളിന്റെ പേര് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താ പറയുന്നു? ഇനി 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററിന്റെ പേര് നിങ്ങൾ മുമ്പ് എന്നോട് ചോദിച്ചാൽ എന്തോ പേര്? സ്ക്വയർ. എന്താ പേര്? ഇനി അടുത്ത അപ്പൊ എന്തുമായിരിക്കും? ഇനി അടുത്തത് 5 സൈഡും 5 സൈഡും പറയടേ പിള്ളേരെ. ആ 5 സൈഡും ഈക്വൽ ആയിട്ടുള്ള ആളിന്റെ പേര് എന്തോടെ പേര്? എന്തായിരിക്കും? 5 സൈഡ് ഈക്വൽ ആകുമ്പോൾ വെറും പെന്റഗൺ എന്നല്ല, പുറകാലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് 6 സൈഡും 6 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗൺ. അത്രയും നമ്മൾ വരച്ചു വെച്ചു. അതിന് ബാക്കി താഴെ വായിച്ചോട്ടെ. Now all the polygons have sides of the same length and angles of the same size. Such a polygon is called regular polygon. ശ്രദ്ധിക്കുക, പുതിയൊരു വാക്കാണ്. എന്താ വാക്ക്? റെഗുലർ പോളിഗൺ. എന്താ വാക്ക്? അപ്പൊ നോക്കാം, നമ്മൾ പോളിഗൺ എന്തോന്ന് പഠിച്ചു. എന്തായിരുന്നു പോളിഗൺ എന്ന് പറഞ്ഞാൽ? ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ തുടങ്ങിയ ആളുകൾക്ക് പൊതുവായി കണക്കിൽ പറയുന്ന പേരാണ് എന്ത്? നമ്മളൊരു ട്രയാങ്കിൾ എടുക്കും, അതിന്റെ 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആകും. അപ്പൊ നമ്മൾ അതിനെന്ത് വിളിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്ത് വിളിക്കുന്നു? ഇനി നമ്മൾ ഒരു ക്വാഡ്രിലാറ്റർ എടുക്കും, അതിന്റെ 4 സൈഡും 4 ആംഗിളും ഈക്വൽ ആകുന്നു. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സ്ക്വയർ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് മുതൽ പേരിനകത്ത് ചില മാറ്റമുണ്ട്. 5 സൈഡും 5 ആംഗിളും ഈക്വൽ ആകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ പെന്റഗൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നു? മലയാളത്തിൽ സമപഞ്ചഭുജം എന്ന് പറയും. എന്ത് പറയും? സമപഞ്ചഭുജം. ഇനി അടുത്തത് 6 സൈഡും 6 ആംഗിളും ഈക്വലായ പോളിഗണിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം. അപ്പൊ ഇനി അങ്ങോട്ടുള്ളവരുടെ എല്ലാവരുടെയും പേരിന്റെ കൂടെ എന്ത് ചേർത്ത് പറയണം? റെഗുലർ. എപ്പോഴാണ് റെഗുലർ എന്ന് പറയുന്നത്? അതിന്റെ എല്ലാ സൈഡ്, എല്ലാ വശവും, എല്ലാ ആംഗിള്, എല്ലാ കോണും ഈക്വൽ ആകുമ്പോഴാണ് എന്തുകൂടെ ചേർത്ത് പറയുന്നത്? റെഗുലർ എന്ന് ചേർത്ത് പറയുന്നത്. ഇത്രയും കാര്യം പിടി കിട്ടി എല്ലാവർക്കും? ഓൾ സ്റ്റാൻഡപ്പ്. അത്രയും വായിച്ചു നോക്കുക, മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. അനിയത്തേക്ക് എത്ര മനസ്സിലായോ? മനസ്സിലായി സാർ. അനിയത്തിയുടെ ടെക്സ്റ്റ് ഉണ്ടോ? ഇല്ല സാർ. നോട്ട് ബുക്കോ? ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഇത് ഇവരുടെ ആരെയെന്നെങ്കിലും നോട്ട് മേടിച്ച് എഴുതിക്കോണം കേട്ടോ.